ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ക്ലാസ്സിനെ കുറിച്ച് പറയാറുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? പ്രോപ്പർ നൗൺ എന്താണെന്ന് മനസ്സിലായോ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ഒക്കെ മനസ്സിലായോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. Hi friends, welcome you all to the second episode of Magic Module English Grammar Lessons. Yesterday, I posted a picture and asked you to comment on the picture, and several students responded. Now, let us go through the pictures, okay, and see. The first one was apple. Second one, ball. Third one, cat. Fourth one, duck. Next one, elephant. Next, lion. Next, monkey. Next, nest. Owl. Parrot. Coon, rabbit, sheep, okay, tiger, umbrella, van, watermelon, Christmas tree, yo-yo, ആൻഡ് സീബ്ര. ഇതിപ്പോൾ സാധനങ്ങളുടെ, ജീവികളുടെ, ചില ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ 26 പേരുകളാണ് ഇപ്പം പറഞ്ഞത് അല്ലേ. ഈ 26 പേരുകൾ നമ്മൾ ഇന്നലെ പഠിച്ച പ്രോപ്പർ നൗൺ എന്ന് പറയുന്ന പേരുകളുമായിട്ട് എന്തോ ചില വ്യത്യാസങ്ങളുണ്ട് അല്ലേ, എന്തോ ചില വ്യത്യാസമുണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ച പ്രോപ്പർ നൗണിലെ പേരുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ ഇന്ത്യ, ശ്രീലങ്ക, അല്ലെങ്കിൽ കോഴിക്കോട്, സൺഡേ, ജാനുവരി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള, അവർക്ക് സ്വന്തമായിട്ടുള്ള പേർട്ടിക്കുലർ ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള പേരുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഈ കണ്ട ചിത്രങ്ങളുടെ പേരുകളൊന്നും അങ്ങനെയല്ല. നമുക്ക് ഈ ചിത്രം എടുക്കാം. ഇതെന്താണ് ചിത്രം? സീബ്ര അല്ലേ, സീബ്ര. അപ്പോൾ ഇത് ഈ ഒരു സീബ്രയുടെ പേരാണോ? അങ്ങനെയല്ല. എല്ലാ സീബ്രകൾക്കും കോമൺ ആയിട്ടുള്ള പേരാണ് ഇത്. എല്ലാ സീബ്രകൾക്കും കോമൺ ആയിട്ടുള്ള പേരാണ് എന്ത്? സീബ്ര എന്നുള്ളത്. ഒരു സീബ്രക്ക് അത് സ്വന്തമായിട്ടുള്ളതല്ല, ഇത് പേർട്ടിക്കുലർ ആയിട്ടുള്ളതല്ല, ജെന്യുവിനായിട്ട് ഒരു സീബ്രക്കുള്ള പേരല്ല ഇത്. കോമൺ ആയിട്ടുള്ള പേരാണ്. ഓക്കെ. രണ്ടാമതായി ഈ അംബ്രല്ല നോക്കിയേ. ഈ ഒരു അംബ്രല്ലയുടെ പേരല്ല ഇത്, ആണോ? അല്ല അല്ലേ. എല്ലാ അംബ്രല്ലകൾക്കും ഉള്ള പേരാണ് അംബ്രല്ല. ഈ ഒരാൾക്ക് സ്വന്തമായിട്ടുള്ള പേരല്ല. ഇത് കോമൺ ടു ഓൾ അംബ്രല്ലാസ് അല്ലേ. കോമൺ, ഇറ്റ്സ് എ കോമൺ ആണ്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. ഇത് ടൈഗർ എന്നത് ഈ ഒരു ടൈഗറിൻ്റെ മാത്രം പേരല്ല. ഈ കാണുന്ന പോലുള്ള ജീവിയുടെ എല്ലാത്തിനെയും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഗർ എന്ന് പറയുന്നത് അല്ലേ. ഷിപ്പിൻ്റേതും അങ്ങനെയാണ്. ഷിപ്പിൻ്റെ മൊത്തമായി ഷിപ്പുകൾക്ക് എല്ലാവർക്കും ചേർത്തിട്ടാണ് നമ്മൾ ഷിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഷിപ്പിന് മാത്രമായിട്ട് പേരുണ്ടാവും നമുക്കറിയാം അല്ലേ. ഒരു ഷിപ്പിന് മാത്രമായിട്ട് ചിലപ്പോൾ പേരുണ്ടാവും. പക്ഷേ ഒരു കടുവക്ക് മാത്രമായി നമുക്ക് വേണമെങ്കിൽ പേരിടാം. നമ്മുടെ വീട്ടിലെ ഒരു പൂച്ചക്കോ പട്ടിക്കോ ഒക്കെ നമുക്ക് വേറെ തന്നെ പേരിടാം. പക്ഷേ ഈ ഷിപ്പ് എന്നുള്ള പേര് ഈ ഒരു ഷിപ്പിന് മാത്രമുള്ളതല്ല. ഓക്കെ, അത് എല്ലാ ഷിപ്പിൻ്റെയും പേരാണ് ഷിപ്പ്. ഓക്കെ, അടുത്തൊരു ജീവിയെ കൊണ്ടുപോയി നോക്കാം നമുക്ക്. റാബിറ്റ് അല്ലേ. റാബിറ്റ് കോമൺ ടു ഓൾ റാബിറ്റ്സ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നോക്കാം. വീട്ടിൽ കാണുന്നത് എന്തൊക്കെയാണ്? ചെയർ, ടേബിൾ, പോട്ട്സ്, ഷർട്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് വീട്ടിനകത്ത് കാണാൻ പറ്റും.
അങ്ങനെ നിങ്ങൾ സ്കൂളിൽ ചെന്നാൽ കാണുന്നത് നൂറുകണക്കിന് സാധനങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാ? ആ, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ബെഞ്ച്, ഡെസ്ക്, അല്ലേ, ടീച്ചർ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ചുറ്റും ഉള്ള പതിനായിരക്കണക്കിന് സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ജീവികൾക്ക് അങ്ങനെയുള്ള പലതിനും പേരുകളുണ്ട്. പൊതുവായ ചില പേരുകൾ, ആ വിഭാഗത്തിലുള്ള എല്ലാത്തിനെയും വിളിക്കുന്ന ചില പേരുകൾ ഉണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് നൽകപ്പെട്ട ഇത്തരം പേരുകളെയാണ് കോമൺ നൗൺസ് എന്ന് പറയുന്നത്. കോമൺ നൗൺസ്. കോമൺ നൗൺ. കോമൺ നൗൺ ഈസ് എ നൗൺ ഗിവൺ ഇൻ കോമൺ. ഓക്കെ. കോമൺ നൗൺസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് വെറുതെ ഇങ്ങനെ വായിച്ച് കേൾക്കാം. ഉണ്ടാ: വാച്ച്, ടേബിൾ, ബോക്സ്, സ്റ്റുഡൻറ്റ്, ടീച്ചർ, ഫ്ലവർ, വെജിറ്റബിൾ, റോഡ്, ടീ, പ്ലാന്റ്, എഗ്, ബെഡ്, കോട്ട്, ഷർട്ട്, ന്യൂസ് പേപ്പർ, ചേർച്ച്, ടെമ്പിൾ, ഫ്ലാഗ്, ക്രൗ, റോസ്, ഐ, merchant, soldier, language, mountains, television, food, girl, boy, man, woman, book, festival, country, etc. ഇതൊരു വലിയ ലിസ്റ്റാണ്. വെറുതെ കുറച്ചെണ്ണം ഇങ്ങനെ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ലിസ്റ്റ് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എങ്കിൽ പോലും അത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരാളുടെ സ്വന്തം പേരാ. കോമൺ നൗൺ എന്ന് പറയുന്നത് അയാളുടെ സ്വന്തമല്ല, ഒരു കൂട്ടത്തിൻ്റെ പേരാണ്. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒന്നിൻ്റെ സ്വന്തം പേരാണ്. അത് മറ്റാർക്കുമില്ല, അത് അയാൾക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ അതിന് മാത്രമുള്ളതാണ്. പക്ഷേ കോമൺ നൗൺ അങ്ങനെയല്ല. കോമൺ നൗണിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം നമുക്ക്. നമ്മൾ ഇന്നലെ പറഞ്ഞ പ്ലെയർ സച്ചിൻ ടെണ്ടുൽക്കർ, അത് പ്രോപ്പർ നൗൺ ആണ്. അത് ഒരാളുടെ മാത്രം പേരാണ്. ഒരാളുടെ മാത്രം പേരാണ്, അയാളുടെ മാത്രമാണ്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, അയാളുടെ പേര് മാത്രമാണ്. അതേസമയത്ത് പ്ലെയർ എന്ന് നമ്മൾ പറയാം, ക്രിക്കറ്റ് പ്ലെയർ എന്ന് നമ്മൾ പറയും. പ്ലെയർ എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് ആളുണ്ട് അല്ലേ, കളിക്കുന്നവർ. അത് ഒരു കോമൺ നെയിമാണ് പ്ലെയർ എന്ന് പറയുന്നത്. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ നൗണാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇന്ത്യ എന്ന് പറയുന്നത് പ്രോപ്പർ ആണ്. ഇന്ത്യ പ്രോപ്പർ നൗണിലാണ് പെടുന്നത്. എന്തുകൊണ്ടാ? അത് ഇന്ത്യ രാജ്യത്തിൻ്റെ മാത്രം പേരാണ്. അതേസമയത്ത് നമ്മൾ കൺട്രി എന്ന് പറയുമ്പോഴാണെങ്കിലോ, കൺട്രി എന്ന് പറയുമ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ മാത്രം പേരല്ല അല്ലേ? രാജ്യങ്ങൾക്ക് പൊതുവായിട്ടുള്ള പേരാണ് കൺട്രി, കൺട്രീസ്, കൺട്രി അല്ലേ? മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. എന്താണത്? രാമായണം എന്നൊരു പുസ്തകത്തിനെ പറ്റി പറഞ്ഞു, രാമായണം. പക്ഷേ ബുക്ക് എന്ന് പറഞ്ഞാൽ മാറി. ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മാത്രമല്ല. രാമായണം എന്നുള്ളത് പേര് ഒരൊറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ്, രാമായണം എന്നുള്ള പുസ്തകത്തിൻ്റെ പേരാണ്. അതേസമയത്ത് ബുക്സ് എന്ന് പറഞ്ഞാൽ മാറി. അത് കുറേ ഒരു കോമൺ ആയിട്ടുള്ള പേരാണ് അല്ലേ? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ. ഞാനിപ്പോൾ ഒരു പ്രോപ്പർ നൗൺ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കോമൺ നൗൺ നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഒന്നാമത്തെ ഇപ്പോൾ നമുക്ക് നോക്കാം. മോഹൻലാൽ. മോഹൻലാൽ എന്നുള്ളത് എന്താണ്? ഒരു പ്രോപ്പർ നൗണാണ് അല്ലേ? ഇപ്പോൾ മോഹൻലാൽ ആരാണെന്ന് പറയുമ്പോൾ നമുക്കൊരു കോമൺ നൗൺ കിട്ടും. പറഞ്ഞോ? മോഹൻലാൽ ഈസ് ആൻ ആക്ടർ. മോഹൻലാൽ ഈസ് ആൻ ആക്ടർ. അപ്പോൾ ആക്ടർ എന്നുള്ളത് കോമൺ നൗണാണ്. മോഹൻലാൽ എന്നുള്ളത് പ്രോപ്പർ നൗണാണ് അല്ലേ? ആക്ടേഴ്സ് വേറെയും കുറേ പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടാണ് ഈ ആക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത് നോക്കാം നമുക്ക്. ഭാരതപ്പുഴ ഈസ് ദ നെയിം ഓഫ് എ റിവർ. ഓക്കെ, റിവർ. ഭാരതപ്പുഴ എന്നുള്ളത് പ്രോപ്പർ നൗണാണ്. പക്ഷേ റിവർ എന്നുള്ളത് എന്താണ്? കോമൺ നൗണാണ്. ഓക്കെ, ഭാരതപ്പുഴ ഈസ് എ റിവർ. അടുത്ത് നമുക്കൊന്നുകൂടി നോക്കാം. എന്താണിത്? ചൈന ഈസ് ദ നെയിം ഓഫ് എ കൺട്രി അല്ലേ? കൺട്രി. ചൈന ഈസ് ദ നെയിം ഓഫ് എ കൺട്രി. ചൈന ഈസ് എ കൺട്രി. ഓക്കെ, അപ്പോൾ ചൈന എന്നുള്ളത് പ്രോപ്പർ നൗണാണ്, കൺട്രി എന്നുള്ളത് കോമൺ നൗണാണ്. ഓക്കെ, നമ്മൾ കുറേ എക്സാമ്പിൾസ് ഇതുപോലെ ചെയ്തിട്ട് പഠിക്കണം. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള 100ഓളം പ്രോപ്പർ നൗൺസ് നമുക്കറിയാം. ഈ പ്രോപ്പർ നൗൺസ് ഉൾപ്പെട്ടിട്ടുള്ള കോമൺ നൗൺസ് എഴുതി പഠിക്കണം. ഓക്കെ, ഇനി ഞാൻ ചില നൗൺസ് വായിക്കാം.
അതിൽ കോമൺ നൗൺ ആണോ പ്രോപ്പർ നൗൺ ആണോ നിങ്ങൾ പറയണം. ഓക്കെ. ഒന്നാമത്തത് മമ്മൂട്ടി. യാ, ഇറ്റ്സ് എ പ്രോപ്പർ നൗൺ. ഓക്കെ, ഇറ്റ്സ് എ പ്രോപ്പർ നൗൺ. ഓക്കെ. വാച്ച്. വാച്ച് വാച്ച് കോമൺ നൗൺ ആണല്ലോ. ഓക്കെ. കർണാടക. കർണാടക പ്രോപ്പർ നൗൺ ആണ് അല്ലേ? പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ. ദിവാലി. ദീപാവലി. ഓക്കെ. പ്രോപ്പർ നൗൺ ആണ്, ഉത്സവത്തിൻ്റെ പേരാണ്, പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ. ഫോൺ, മൊബൈൽ ഫോൺ കോമൺ നൗൺ ആണ്, കോമൺ നൗൺ ആണ് അല്ലേ? ഓക്കെ. സെപ്റ്റംബർ. സെപ്റ്റംബർ ഒരു പർട്ടിക്കുലർ മാസത്തിൻ്റെ പേരാണ് അല്ലേ? അതുകൊണ്ട് അതെന്താണ്? അത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സ്പാരോ. സ്പാരോ സ്പാരോ എന്താണ്? സ്പാരോ കോമൺ നൗൺ ആണ് അല്ലേ? അതെ, കോമൺ നൗൺ ആണ്. അടുത്തത് ക്ലോക്ക്. ക്ലോക്ക് ക്ലോക്ക് കോമൺ നൗൺ ആണ്. അടുത്തത് ഭൂട്ടാൻ. ഭൂട്ടാൻ. ഭൂട്ടാൻ എന്നുള്ളത് എന്താണ്? ഓക്കെ. ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ശ്രീലങ്ക എന്ന് പറയുന്നത് നമുക്കറിയാം. ശ്രീലങ്ക is a proper noun, while country is a common noun. Okay. Next one. Needu. Needu is a proper noun, but girl is a common noun. Okay. February is the name of a month, we know. February is proper noun, while month is common noun. Okay. Ashoka Mandir is a proper noun, but building is a common noun. Okay. Macbeth is a proper noun, while book is a common noun. എല്ലാ പ്രോപ്പർ നൗൺസും ഒന്നോ അതിലധികമോ കോമൺ നൗൺസിൽ മെമ്പേഴ്സാണ്. എല്ലാ പ്രോപ്പർ നൗൺസും ഒന്നോ അതിലധികമോ കോമൺ നൗൺസിൽ മെമ്പേഴ്സാണ്. അവ ചേർത്ത് ഒന്നിലധികമോ കോമൺ നൗൺസ് ഉണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇനി എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു നോക്കണേ കേട്ടോ, ഞാനും തരാം. ഓക്കെ. അപ്പോൾ പ്രോപ്പർ നൗൺസും കോമൺ നൗൺസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.